വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ആകെ തളർന്ന ശാലിനിയാണെങ്കിൽ റൂമിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ശാരദാമ്മയും പിന്നാലെ ചെല്ലുന്നുണ്ട് ശാലിനിയെ ആശ്വസിപ്പിക്കാനായിട്ട്. അന്നേരം കരഞ്ഞ് തളർന്നിരിക്കുന്ന ശാലിനിയാണെങ്കിൽ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട്, ഈ ആണുങ്ങളെല്ലാം ചതിയന്മാരാണോ അമ്മേ നമ്മുടെ മുന്നിൽ? അവർ ഈ കാണിച്ചു കൂട്ടുന്ന സ്നേഹമൊക്കെ വെറും അഭിനയം ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതായത് തൻ്റെ അമ്മയും തൻ്റെ അച്ഛനും ഉപേക്ഷിച്ച് പോയി ആ ഒരു നല്ല ജീവിതം ശാലിനി കണ്ടിട്ടുമില്ല. ഇപ്പോൾ തനിക്ക് കിട്ടിയതും ഇങ്ങനെയാണോ എന്നുള്ള രീതിക്ക് ആകെ തളർന്നാണ് ശാലിനി അങ്ങനെയൊക്കെ ശാരദാമ്മയോട് ചോദിക്കുന്നത്. പക്ഷേ ശാരദാമ്മയാണെങ്കിൽ ഉത്തരവും പറയാതെ ശാലിനി ഇങ്ങനെ നോക്കിയിരിക്കുന്നേ ഉള്ളൂ. അതിന് ശേഷം കാണിക്കുന്നത് അന്ന് തന്നെയാണെന്ന് തോന്നുന്നു യോഹന്നാനും ഡേവിസും ഒക്കെ കൂടി ഈ മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഡെയ്സിയെ കാണാനായിട്ട്. എന്നിട്ട് ഡെയ്സി അവരോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. മഹേന്ദ്രനെയോ നിർമ്മലയോ ആരെയും കാണിക്കുന്നില്ല. പക്ഷേ സ്നേഹത്തോടെ തന്നെയാണ് യോഹന്നാനാണെങ്കിൽ ഡെയ്സിയോട് സംസാരിക്കുന്നത്. ശിവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലുടനെ നമുക്ക് ആർഭാടമായിട്ട് ഈ വിവാഹം നടത്താം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഡെയ്സി അപ്പനെ വിശ്വസിക്കുകയാണ്, ആകെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം ഡേവിസും അതേപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. ആൻ്റണിക്ക് നീ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് നീയും, എനിക്ക് വേറെ ദേഷ്യമോ അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ഡേവിസ് വളരെ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ സങ്കടമൊക്കെ കാണിച്ച് ശബ്ദമൊക്കെ ഇടറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഡേവിസിനെയും യോഹന്നാനെയും അവിടെ ഡെയ്സി വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശ്വസിച്ച് മിക്കവാറും കൂടെ പോവുമായിരിക്കും. ചെന്ന് കഴിയുമ്പോൾ അവരവരുടെ സ്വഭാവം കാണിക്കുകയും ചെയ്യും. പക്ഷേ മഹേന്ദ്രൻ അത് മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനുശേഷം പിറ്റേന്ന് ആണെന്ന് തോന്നുന്നു ശാലിനിയാണെങ്കിൽ പപ്പിയും സത്യയും കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ പപ്പിക്ക് പനിയാണ്, ഇങ്ങനെ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിക്ക് തലേ ദിവസം ദേഷ്യപ്പെട്ടതൊക്കെ പിന്നീട് സങ്കടം തോന്നുകയാണ്. തുടർന്ന് ഈ പപ്പി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, പനിയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിൽ പോവാം കേട്ടോ, പനിയൊക്കെ മാറട്ടെ എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തോടെയുള്ള സംസാരം കേൾക്കുമ്പോൾ പപ്പി ഇങ്ങനെ തലവലിക്ക് സമ്മതിക്കുകയാണ്. പക്ഷേ അടുത്ത് നിൽക്കുന്ന ശ്യാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. ശ്യാമ അന്ന് ആ പിണങ്ങിപ്പോയതിന് ശേഷം പിന്നീട് വന്ന എല്ലാവരോടും സ്നേഹമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ വീണ്ടും ആ ഒരു പഴയ സ്വഭാവം കാണിക്കുന്നുണ്ട്. എൻ്റെ കൊച്ച് എങ്ങോട്ടും വരുന്നില്ല, അവളെ ആരും എങ്ങും കൊണ്ടുപോവുകയും വേണ്ട എന്നിങ്ങനെ പറഞ്ഞ ദേഷ്യത്തോടെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്യാമയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഒന്നാമത് വിഷ്ണുവിനെ കാണാത്തുള്ള ആ ഒരു ദേഷ്യം, ആ ഒരു സങ്കടമൊക്കെ ശാലിനിയുടെ മനസ്സിലിരിക്കുമ്പോൾ ഇപ്പോൾ ശ്യാമയുടെ ഭാഗത്തുനിന്നുകൂടി അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോൾ ശാലിനി ആകെ അങ്ങ് വിഷമിക്കുകയാണ്. ഇത്രയുമാണ് ഈ 2-3 സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. പക്ഷേ ഇനിയെങ്കിലും അവർ ആ ഒരു രേഷ്മയുടെ പിന്നെ ഫോണിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുമായിരിക്കും. അതോ ഇനി ശാലിനി ഏൽപ്പിച്ചിരിക്കുന്നത് പ്രകാശിനെ ആയിരിക്കും. പ്രകാശൻ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്താണെന്ന് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു.